ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടെ പശ്ചിമഘട്ട മലനിരകൾക്കിടയിലൂടെ ആ ചരിത്രവണ്ടി പുനലൂരിലേക്ക് പാഞ്ഞെത്തി. ചുരം കടന്നെത്തിയ ആദ്യ വൈദ്യുതി ട്രെയിന് കിഴക്കൻ മേഖലയിൽ വലിയ വരവേൽപ്പാണ് നൽകിയത്. 120 വർഷം മുൻപ് കൽക്കരി തീവണ്ടി ഓടിത്തുടങ്ങിയ തിരുവിതാംകൂറിലെ ആദ്യ തീവണ്ടിപ്പാതയിൽ ആദ്യമായി വൈദ്യുതവണ്ടികൾ ഓടിത്തുടങ്ങിയത് സുവർണ നിമിഷമായാണ് രേഖപ്പെടുത്തുക. ഞായറാഴ്ച രാത്രി 12:45 ചെങ്കോട്ടയിലും പുലർച്ചെ 3:05 പുനലൂരിലുമെത്തിയ പാൽരുവി എക്സ്പ്രസ് കാണാൻ യാത്രക്കാർക്കൊപ്പം തീവണ്ടി പ്രേമികളും സ്റ്റേഷനുകളിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വൈദ്യുതീകരണം പൂർത്തിയാക്കിയ ശേഷം ചെങ്കോട്ട പുനലൂർ പാതയിലൂടെ ലോക്കോ പൈലറ്റുമാരായ എൻ ജീവ, കെ മഹാരാജൻ എന്നിവരായിരുന്നു ആദ്യ വൈദ്യുത ട്രെയിനിൻ്റെ സാരഥിമാർ. ചെങ്കോട്ടയിലെ റെയിൽവേ ട്രാക്ഷൻ സബ്സ്റ്റേഷനിലുള്ള വൈദ്യുതി ലഭ്യമാക്കിയതിനാൽ ഓട്ടത്തിനിടയിലെങ്ങും വോൾട്ടേജ് വ്യതിയാനമോ മറ്റു തടസ്സങ്ങളോ ഉണ്ടായില്ല. പാലരുവി എക്സ്പ്രസ് സുഗമമായി യാത്ര പൂർത്തിയാക്കിയതിനു പിന്നാലെ വൈദ്യുതി എഞ്ചിനുമായി ചെന്നൈ എക്സ്പ്രസും മധുര ഗുരുവായൂർ എക്സ്പ്രസും സർവീസ് നടത്തി. പുനലൂർ ചെങ്കോട്ട പാതയിൽ യാത്രാവണ്ടികൾ വൈദ്യുത എഞ്ചിനിലേക്ക് മാറിയെങ്കിലും ട്രെയിനുകളുടെ പിന്നിൽ ഘടിപ്പിക്കുന്ന ബാങ്കർ എഞ്ചിൻ ഡീസലിൽ തന്നെ തുടരും. പശ്ചിമഘട്ട മേഖലയിൽ ഉൾപ്പെടുന്ന ഈ പാതയിൽ സുരക്ഷ മുൻനിർത്തിയാണ് പിന്നിലും ബാങ്കർ എഞ്ചിനുകൾ ഘടിപ്പിക്കുന്നത്. വൈദ്യുതി എഞ്ചിനുകൾ സ്ഥിരത കൈവരിക്കുന്നതുവരെയും ലോക്കോ പൈലറ്റുമാർ സംവിധാനം പൂർണ്ണമായും പരിചയപ്പെടുന്നതുവരെയും പാതയിലെ വണ്ടികളിൽ ഡീസൽ ബാങ്കറുകൾ ഉപയോഗിക്കുവാനാണ് ദക്ഷിണ റെയിൽവേയുടെ തീരുമാനം. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.